അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനിടാൻ പോണ വീഡിയോ കുമ്മനം ഉസ്താദിൻ്റെ ഒരു നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ വീടുകളിലെല്ലാം ഖുർആനുണ്ട്. ഖുർആൻ പക്ഷേ നമ്മൾ ആരും ഓതുന്നില്ല. അങ്ങനെയുള്ള വീടുകളാണെങ്കിൽ ഭയങ്കര നാശമെന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ചിട്ടിരുന്നാൽ ഭയങ്കര നാശമാണ്, ആ വീടിന് തന്നെ നാശമാവും. പിന്നെ നമ്മൾ നാശിച്ച് കുത്തുവാളെടുക്കുന്ന പറയുന്ന ഉസ്താദ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. വീട്ടിൽ കുറേ ഖുർആൻ ഉണ്ടായിട്ട് കാര്യമില്ല, ഖുർആൻ എല്ലാവരും പാരായണം ചെയ്യണം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മുൽക്ക്, യാസീൻ, സജദ അങ്ങനെയുള്ള നല്ല സൂറത്തുകളൊക്കെ ഒരുപാട് ഓതുക. പിന്നെ റഹ്മാൻ, വാക്കിയ സൂറത്തുകളൊക്കെ ഓതുക. നമുക്ക് കാണാണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നടന്നിട്ട് അതിൽ ഓതിയാൽ മതി. അപ്പോൾ നമ്മൾ രാത്രി ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, രാത്രി ഇത്തിരി ഉറക്കെ ഖുർആൻ പാരായണം ചെയ്താൽ വളരെ നല്ലതാണെന്ന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ അതും ചെയ്യുക. നമുക്ക് എങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും നിങ്ങൾ കേട്ടോ. ഇനി ഉസ്താദിൻ്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6 കാര്യങ്ങളെ എണ്ണിയിട്ട് പ്രവാചകൻ രണ്ടാമതായി പറയുകയാണ്, വൽ മുസ്ഹഫ് ഖരീബുൻ ഫീ മൻസിലി ഖൗമിൻ ലാ യഖറഊന ഫീ. ഒരു വീട്ടിലുള്ളതാകുന്ന ഖുർആൻ മുസ്ഹഫ് ഒറ്റപ്പെട്ടു പോകുമേ, ആ വീട്ടിലുള്ളവർ ആരും തന്നെ ആ ഖുർആനിനെ മുസ്ഹഫിനെ പാരായണം ചെയ്യുന്നില്ല എങ്കിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വൽ മുസ്ഹഫ് ഖരീബുൻ ഫീ മൻസിലിൻ ലാ യഖറഊന ഫീഹി. ഒരു വീട്ടിൽ ഖുർആൻ ഉണ്ട്. ഖുർആൻ എത്ര ഉണ്ട്? ഓരോരുത്തരും അവരുടെ വീട്ടിൽ ചിലപ്പോൾ 4 ഉണ്ടാവും, 5 ഉണ്ടാവും, ചിലരുടെ വീട്ടിൽ 1 ഉണ്ടാവും. പക്ഷെ ആ ഖുർആൻ ഓതുന്നില്ല എങ്കിൽ ആ ഖുർആൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി. അങ്ങനെ വരാൻ പാടില്ല. വന്നിരുന്നത് എന്താകും? നാശമാകും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാം. അത് നാശത്തിനുള്ള വഴിതെളിക്കലാണ്. അത് ഈ ഉമ്മത്തിന്റെ നാശത്തിന്റെ വഴിതെളിക്കലാണ്. ഖുർആൻ വീട്ടിലുണ്ട്, പക്ഷെ ആ ഖുർആൻ ഓതപ്പെടുന്നില്ല എങ്കിൽ വീട്ടിലുള്ളവർക്ക് മുഴുവനും ശാപം ഖുർആൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നാ പിന്നെ നാളെ തന്നെ ഖുർആൻ അങ്ങ് വിറ്റേക്ക അവസാനം. അപ്പൊ പിന്നെ ശാപം ഇല്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന കൗമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഖുർആൻ ഓതിയില്ല എങ്കിൽ ഖുർആൻ ശപിക്കും. പിന്നെ ആ ഖുർആൻ അങ്ങ് വിറ്റേക്കാം. അപ്പൊ പിന്നെ ശാപം ഇല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വീട്ടിൽ ഖുർആൻ ബറക്കത്തിന്റെ കേദാരമാണ്. അതുകൊണ്ടല്ലേ ഒരു വീട് ഉദ്ഘാടിക്കുമ്പോ നമ്മൾ ഖുർആൻ കൈക്ക് പിടിച്ചുകൊണ്ട് കയറുന്നത്? അതൊരു ശുഭലക്ഷണമാണ്. എന്നിട്ട് ആ വീട്ടിലിരുന്നു കൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നു. വല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്വാനുൻ ശഫീഉനാ റസൂലുള്ളാഹി. സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് ഒരു വീട്ടിൽ പരിപൂർണമായി നീ പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് പിശാച് കടക്കുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, ഏർവാടിയിലൊക്കെ നിലകൊള്ളുന്ന മുസ്ലിമേ, നിന്റെ വീട്ടിൽ ഡെയിലി പാരായണം ചെയ്യേണ്ട സൂക്തമാണ് സൂറത്തുൽ ബഖറ. അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? 2.5 ദിവസം ഇല്ലേ? ശൈത്താൻ ഇറങ്ങണോ? കുറച്ച് പണിയാണ്. ഇതോത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിശാച് ഇറങ്ങണോ? എങ്കിൽ ഇത് ഓതിയാൽ ഇറങ്ങുമെന്ന് ആര് പഠിപ്പിച്ചു? മുഹമ്മദ് മുസ്തഫ. എന്താ ഓതിക്കൂടെ? ഒരു വീട് ഉദ്ഘാടിക്കുമ്പോ സൂറത്തുൽ ബഖറ ഓതിന് എല്ലാവരും ഖുർആൻ എടുത്ത് ഓതി. ഇല്ലെങ്കിൽ ആ വീട്ടുകാരനെങ്കിലും ആ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നത്. സൂറത്തുൽ അൻആം ഐശ്വര്യത്തിന് വേണ്ടിയുള്ള സൂക്തമാണ്, അധ്യായമാണ്. ആ അധ്യായം പൂർണ്ണമായി പാരായണം ചെയ്യുക. ആരാണിത് ശ്രദ്ധിക്കുന്നവർ? ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഖത്മ് തീർക്കൽ. മുതഅല്ലിമീങ്ങളെ വിളിക്കൽ. നമ്മുടെ മഹല്ലത്തിൽ തന്നെ ഉണ്ടല്ലോ മുതഅല്ലിമീങ്ങൾ. അവരെ വിളിക്കൽ, ഉസ്താദിനെയും വിളിക്കൽ. സുബൈക്ക് ശേഷം അവരെല്ലാവരും കൂടി ഓരോ ജുസ്ഉ പാരായണം ചെയ്തിട്ട് 30 ജുസ്ഉ ഓതിയിട്ട് ഖത്മ് ഓതി ദ്വാരക്കട്ടെ. 1 മണിക്കൂർ മതി. 1 മണിക്കൂർ കൊണ്ട് ഒരു ഖത്മ് ഓതി മാഷാ അല്ലാഹ്. അങ്ങനെ വീട് ഉദ്ഘാടിക്കട്ടെ. ഉദ്ഘാടിച്ച വീട്ടിൽ തന്നെ ഇങ്ങനെ അമൽ ചെയ്യട്ടെ. ആ വീട്ടിൽ പിശാച് ഉണ്ടാവൂല. പൈശാചിക ഉപദ്രവങ്ങൾ ഒഴിയും. മക്കൾ സ്വാലിഹീങ്ങളാകും. കാരണം ആ വീടിൻ്റെതാകുന്ന തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഖുർആനിൻ്റെതാകുന്ന വിസ്ഫോടനം ഉണ്ടായി. ഖുർആനിന്റെ ആയത്തുകൾ കേറപ്പി പിശാച് ഉടൻ. അതുകൊണ്ടാണല്ലോ ബാങ്ക് കൊടുക്കാൻ പറയുന്നത്. വീട്ടിൽ എന്ത് കൊടുക്കണം? ഇടയ്ക്കിടയ്ക്ക് എന്ത് കൊടുക്കണം? ഉറക്കം പറയും.
ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കാനായി ആദ്യം പഠിക്കണം, എന്നാലേ ഉള്ളൂ. ഇത് ഹയ്യാലസല എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കറങ്ങി കറങ്ങി നിൽക്കുകയാണ്. ബാങ്ക് ആദ്യം പഠിക്കണം, എന്നിട്ട് ബാങ്ക് നല്ലതുപോലെ വീട്ടിൽ കൊടുക്കണം. വീട്ടിലുള്ള ആ വീട്ടിൽ കറക്റ്റ് കേൾക്കുന്ന രീതിയിൽ. റമദാന് മഗ്‌രിബിന്റെ സമയത്തൊന്നും കൊടുത്തേക്കില്ല, ബാക്കിയുള്ളവരെ നോമ്പ് പറയും. അല്ലാത്ത സമയത്ത് ചെറിയൊരു ശബ്ദത്തിൽ നമ്മുടെ ആ വീടുകളിൽ റൂമുകൾ കേൾക്കുന്ന രീതിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇത് മതി. അങ്ങനെ ഒരു ബാങ്ക് കൊടുത്ത് പാപ്പ തന്നെ കൊടുക്കുക. അങ്ങനെ വീടുകളിൽ ഈ ബാങ്കിന്റെ ശബ്ദം എത്തുന്നിടത്തുനിന്നൊക്കെ പിശാചോടും. മൈക്ക് കെട്ടി വലിയ ശബ്ദത്തിൽ കൊടുക്കൊന്നും വേണ്ട. وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ കൈഫ തുഹിയൽ മൗതാ, മരിച്ചുപോയവർക്ക് എങ്ങനെയാണ് നീ ജീവനിട്ട് കൊടുക്കുന്നത് അല്ലാഹുവേ, ഒന്ന് കാണിച്ചു നൽകുമോ അല്ലാ. മരണാനന്തര ജീവിതത്തെ പറ്റി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, മണ്ണോട് ചേർന്നതാകുന്ന മനുഷ്യനെ എങ്ങനെയാണ് പുനർജീവനം നൽകുക, എങ്ങനെയാണ് ആത്മാവൂതുക. കൈഫ തുഹിയൽ മൗതാ കൈഫ തുഹിയൽ മൗതാ, മരിച്ചുപോയവർക്ക് എങ്ങനെയാണ് ജീവനിട്ട് കൊടുക്കുക അല്ലാഹ്. ഖാല അവലം തുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചുവത്രേ, ഇബ്രാഹിമേ നിനക്ക് വിശ്വാസമില്ലയോ, വിശ്വാസമില്ലയോ, നീ പ്രവാചകനല്ലേ, എന്നിട്ടും മരണാനന്തര ജീവിതത്തെ പറ്റി നിനക്ക് വിശ്വാസമില്ലാതായി പോയോ. യാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ല അല്ലാഹ്, ബലാ എനിക്ക് ആഖിറത്തെ കുറിച്ച് വിശ്വാസമുണ്ട്, മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിശ്വാസമുണ്ട് പടച്ച റബ്ബേ. അതിനെ കുറിച്ച് ജനങ്ങളോട് പ്രബോധനം നടത്തുന്ന വ്യക്തിയാണ്. സ്വർഗമുണ്ട് എന്നും നരകമുണ്ട് എന്നും സിറാത്തുണ്ട് എന്നും എല്ലാത്തിനെ കുറിച്ചും ജനങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്ന വ്യക്തിയാണ്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിൽ ഈമാനെന്ന അടിയുറയ്ക്കുന്നതിന് വേണ്ടിയാണ്, എന്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ധാരാളം ആളുകൾ, ഒരുപാട് വ്യക്തികൾ മരണാനന്തര ജീവിതത്തെ പറ്റി ഇപ്പോഴും ആശങ്കയാണ്. അല്ലാഹ് ശരിയല്ലേ, 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതാകുന്ന ആ ജീവിതത്തെ പറ്റി നമുക്കും ഇന്ന് സന്ദേഹമല്ലയോ? പുതുശ്ശേരി കോട്ട ജമാഅത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറായിട്ടുണ്ടോ? നുരുമ്പി പോകുന്ന നമ്മുടെ ശരീരത്തെ നാളെ തിരിച്ചു കൊണ്ടുവരാ കഴിവുള്ളവരാണ് അല്ലാഹു എന്നുള്ള ബോധോദയം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ കള്ളു കുടിക്കുമോ? ഉണ്ടെങ്കിൽ സിനിമ കാണുമോ? ഉണ്ടെങ്കിൽ സീരിയൽ ദർശിക്കുമോ? ഉണ്ടെങ്കിൽ ഹറാമായ തലത്തിലേക്ക് കണ്ടുകൊണ്ടുപോകുമോ? ഉണ്ടെങ്കിൽ ഹറാമായ തലത്തിലേക്ക് കാതു കൊണ്ടുപോകുമോ? ഉണ്ടെങ്കിൽ
അല്ലെങ്കിൽ അന്യ പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക് നീ നോക്കുമോ, കടന്നു പിടിക്കുമോ, സിനിമാ തിയേറ്ററിലേക്ക് നടക്കുമോ ചെറുപ്പക്കാരാ? ഇല്ല 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 ഇല്ല. മരണത്തെ കുറിച്ചുള്ള ബോധമില്ല, മരണാനന്തര ജീവിതത്തെ പറ്റി വിശ്വാസമില്ല. കേവലം പേരിൽ മാത്രം മുഅ്മിനാണ്, ആധാർ കാർഡിൽ മാത്രം മുഅ്മിനാണ്, റേഷൻ കാർഡിൽ മാത്രം മുഅ്മിനാണ്, പാസ്പോർട്ടിൽ മാത്രം മുഅ്മിനാണ്. ആഖിറത്തെ കുറിച്ച് ചിന്തയില്ലാത്ത മുഅ്മിനത്തായ ഉമ്മയാണ്. പറയുമ്പോൾ ആമിനയാണ്, പറയുമ്പോൾ ആയിഷയാണ്, പറയുമ്പോൾ ഫാത്തിമയാണ്, പറയുമ്പോൾ അബ്ദുസ്സലാമാണ്, പറയുമ്പോൾ റഷീദാണ്. പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ കണികയില്ല, സ്വർഗത്തെ കുറിച്ച് വിശ്വാസമില്ല, നരകത്തെ കുറിച്ചുള്ള ഭയപ്പാടില്ല, ഖബറിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ബോധോദയമില്ല. ഉണ്ടെങ്കിൽ ഈ ദുനിയാവിൽ അന്യന്റെ സമ്പത്ത് നീ അപഹരിക്കാൻ തയ്യാറാവില്ല. അരച്ചാണ് വഴിയുടെ വിഷയത്തിൽ എത്ര വർഷമായടാ അയൽക്കാരനുമായി നീ ബന്ധം വിച്ഛേദിച്ചിട്ട്? എത്ര നാളായി പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവനല്ലയോ? മോശപ്പെട്ട തരത്തിലേക്ക് രാത്രിയുടെ യാമങ്ങളിൽ കണ്ട് പായിപ്പിക്കുന്നവനല്ലയോ? അന്യ പെണ്ണുമായി ചാറ്റിംഗ് നടത്താൻ മടിയില്ലാത്ത ഉളുപ്പില്ലാത്ത വ്യക്തിയല്ലയോ? മാതാപിതാക്കൾ പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്ന മൊബൈൽ ഫോണിലൂടെ രാത്രി സമയങ്ങളിൽ തൊട്ടപ്പുറത്ത് ഉറങ്ങിക്കിടക്കുന്ന മാതാവിനെയും പിതാവിനെയും അറിയാതെ മോശമാകുന്ന രീതിയിൽ അന്യ ചെറുപ്പക്കാരനുമായി ചാറ്റിംഗ് നടത്താൻ പെങ്ങളെ, +2 പഠിക്കുന്ന പൊന്നുമോളെ, BA പഠിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്കെങ്ങനെയാണ് തോന്നിയത്? മരണത്തെ കുറിച്ചുള്ള ബോധമില്ല, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റി ഒരു ബോധമില്ല, ഖബറിൽ ശിക്ഷയുണ്ടെന്നുള്ള ബോധമില്ല. കേവലം ഒരു പറച്ചിൽ മാത്രമാണ്, ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല ഇല്ല. ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാരും അവരവരുടെ ഹൃദയത്തിലേക്ക് കൈവച്ചുകൊണ്ടെന്ന് ചിന്തിക്കണേ സഹോദരാ. ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നമുക്ക് ആഖിറത്തെ പറ്റി ഭയമുണ്ടോ? ഖബറിനെ കുറിച്ച് ഭയമുണ്ടോ? നരകത്തെ കുറിച്ച് ഭയമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹറാമായ തലത്തിലേക്ക് നീ പോകുകയില്ല, ഹറാമായ ചുവട് നീ വെക്കുകയില്ല, ഹറാമായ ചിന്ത നീ വെച്ച് പുലർത്തുകയേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പറഞ്ഞു, മരണാനന്തര ജീവിതത്തെ പറ്റി മരിച്ചു പോയവരെ ഒന്ന് പുനർജീവനം നൽകുന്നത് എനിക്കൊന്ന് കാണിച്ചു നൽകാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി മാത്രമല്ല വരാനിരിക്കുന്നതാകുന്ന ജനസ്രവസങ്ങൾക്ക്, വരാനിരിക്കുന്ന ജനകോടികൾക്ക് പാഠമാണ്. അവർക്കും കൂടി ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനുള്ള മാതൃകയാണ്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, ഹൃദയത്തിൽ ഈമാനൊന്ന് വേറിട്ട് രൂഢമൂലമാകുന്നതിന് വേണ്ടി ഒന്ന് കാണിച്ചു തരണം. എന്ത് കാണിക്കണം? എന്താ കാണിക്കേണ്ടത്? മരിച്ചുപോയവരെങ്ങനെ ജീവിപ്പിക്കുമെന്നുള്ളത് കാണിക്കണം. ആര് പറഞ്ഞു? ആരാ ചോദിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. എല്ലാ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോ ഉറക്കെ പറയണം അലൈഹിസ്സലാം. അത് മങ്കൂസ് മൗലിദി കേൾക്കുമ്പോൾ മാത്രം പോരാ, അല്ലാത്തപ്പോഴും വേണോ അത്. സയ്യിദുനാ ഇബ്രാഹിം, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ഒരു പ്രവാചകർക്കും ഇടയിൽ വേർതിരിക്കാൻ പാടില്ല, വേർതിരിക്കുന്നവൻ മുസ്ലിമുമല്ല. എല്ലാ പ്രവാചകന്മാരും ബഹുമാനിക്കണം, അത് നമ്മുടെ പ്രവാചകനല്ലല്ലോ എന്ന് പറയാൻ പാടില്ല. സയ്യിദുനാ ഇബ്രാഹിം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് മറുപടി നൽകി, എങ്കിൽ ശരി, നിനക്ക് ഇതാ കാണിച്ചു തരാം. തുടങ്ങാൻ പോവാണ് പരിപാടി. എന്താ ചെയ്യാൻ പോകുന്നത്? മരിച്ചുപോയവരെ പുനർജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പോവാണ്. ദൃഷ്ടാന്തം. ഇതോടുകൂടി നമ്മൾ എന്ത് വിശ്വസിക്കണം? മരണാനന്തര ജീവിതം വിശ്വസിക്കണം. കാരണം ഖുർആനിക വചനമാണ്, സൂറത്തുൽ ബഖറയാണ്, 170-ാം സൂക്തമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എനിക്ക് ശ്രദ്ധിച്ചോണം, മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാൻ. നമ്മൾ മണ്ണോട് ചേർന്നാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇബ്രാഹിം നബിയോട് പറഞ്ഞു, 4 പക്ഷികളെ നീ പിടിക്കണം, അതിനെ അറക്കണം, കഷ്ണമാക്കി മുറിക്കണം.
എന്നിട്ട് ആ 4 പക്ഷികളെയും കൊണ്ടുപോയി ദൂരെയുള്ളതാകുന്ന പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി കലർത്തിയതിന് ശേഷം അതിന്റെ മാംസങ്ങളും അതിന്റെ രോമങ്ങളും അതിന്റെ എല്ലാ രോമകൂപങ്ങളും ഒക്കെ കലർത്തിയിട്ട് നീ എന്ത് ചെയ്യണം? 4 പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കണം ഈ 4നെയും. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പിടിച്ചു, 4 പക്ഷികളെ പിടിച്ചു. ഒന്ന് പ്രാവ്, മറ്റൊന്ന് മയില്, മൂന്നാമത്തത് കോഴി, നാലാമത്തത് കാക്ക. 4 ജീവികളെ പിടിച്ചു. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ്? പ്രാവ്, മയില്, കോഴി, കാക്ക. പ്രാവ് വീട്ടിൽ വളർത്തുന്നവരുണ്ട്? ഉണ്ടോ? കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട്? ആരുമില്ല. സ്ഥാനം കൊണ്ടുപോകാനാണോ എന്ന് കരുതിയിട്ട് നമുക്കൊന്നും വേണ്ട. ഓരോരുത്തരുടെ വീട്ടിൽ വന്ന് നോക്കണം, അപ്പൊ അറിയാം എത്ര പ്രാവുണ്ട്. കോവിഡ് വന്നതിന് ശേഷം വീട്ടിൽ മുഴുവൻ പ്രാവും കുഞ്ഞുങ്ങളാണ് അല്ലേ? പ്രാവുണ്ട്, ചിലർക്ക് മീൻ വളർത്തലുണ്ട്, പല പരിപാടികളാണ്. സലീം സാഹിബിന്റെ ഒക്കെ വീട്ടിൽ പോയാൽ മൊത്തം പക്ഷി കുഞ്ഞുങ്ങളാണ്. മീനുണ്ട്, പൂച്ചയുണ്ട്, എല്ലാം ഉണ്ട്. കോഴിയുണ്ട്, ആടുണ്ട്. അല്ലാഹുവർക്കൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ. അങ്ങനെ വേണം. കോഴിയുള്ളവരെന്ന് ഇവർക്ക് എത്ര പേരുണ്ട്? കോഴി കോഴി കഴിച്ചിട്ട് വന്നവരല്ല, അതായിരിക്കും ചിലപ്പോൾ കൂടുതൽ. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയുമാറാവട്ടെ, ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. നല്ല വെള്ള പൂവൻ കോഴി നല്ലതാണ്, ഒരു വീട്ടിലുണ്ടാവൽ സുന്നത്താണ്. ഒരു വീട്ടിൽ വളർത്തൽ നല്ലതാണ്. നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അത് അറിയിക്കുന്നതാണ്. നല്ല വെള്ള പൂവൻ കോഴി, നല്ല പൂവൊക്കെ ഉള്ള നല്ല പൂവൻ കോഴി, ചുവന്ന പൂവുള്ള നല്ല വെളുത്ത നല്ല പൂവൻ കോഴി. ഇന്നിപ്പോ ആരെങ്കിലും ഇവിടെ കച്ചവടത്തിനുണ്ടെന്നാൽ ഭയങ്കര ഡിമാൻഡായിരിക്കും. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അങ്ങനെ വെള്ള പൂവൻ കോഴി ഉള്ളവരൊന്നും ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്. മാഷാ അല്ലാഹ്. എല്ലാരും അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട. അള്ളാഹു ബറക്കത്ത് ശരിയട്ടെ. അതൊക്കെ വേണം. ആടിനെ വളർത്താം. മാമിൻ നബിയ്യിൻ ഇല്ലാ വഖദ് റഅ ശഫീഉന റസൂലുള്ളാഹി. എല്ലാ അമ്പിയാക്കളും ആടിനെ മേച്ചിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വലിയ ഗുണമുണ്ടാവും. നേതൃപടവും അലങ്കരിക്കാൻ സാധിക്കും. എല്ലാ അമ്പിയാക്കളും ആടിനെ മേച്ചിരുന്നവരാണ്. ആട് ഇങ്ങോട്ട് വലിക്കുമ്പോ അങ്ങോട്ട് പോകും. അങ്ങനെയാണ് ആടിന്റെ ഒരു പ്രകൃതം. നല്ല ക്ഷമ വേണം, നല്ല ക്ഷമാശീലരാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വീട്ടിലൊക്കെ കുറച്ചു നാളെങ്കിലും, ഒരുപാടില്ലെങ്കിലും കുറച്ചു നാളെങ്കിലും, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആടിനെ മേയ്ക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു തന്നെ. ആ ബുദ്ധിമുട്ട് സഹിച്ച് നമ്മൾ അതിനെ മേച്ചാൽ അതിനൊരു ഗുണം ജീവിതത്തിൽ ഉണ്ടാകും, ഉറപ്പാണ്. കാരണം ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തികളാണ് ആര്? അമ്പിയാക്കൾ. ആ അമ്പിയാക്കൾ എല്ലാവരും ആടിനെ മേച്ചിരുന്നവരാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. അതിനൊരു ഗുണമുണ്ട്, വലിയ ബറക്കത്തുണ്ട്. അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നിക്കട്ടെ, ഞാൻ തിരിച്ചു വരുന്നു. അപ്പൊ പ്രാവ്, മയില്, കോഴി, കാക്ക, ഈ 4 സാധനത്തെയും പിടിച്ചു. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുത്തു. അതിനെ കഷ്ണമാക്കി മുറിച്ചു. എന്തിനാ അങ്ങനെ ചെയ്യുന്ന? എന്തിനാ? അതിനെ പുനർജീവിപ്പിക്കാൻ പോവാണ്, തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ അത്രത്തോളം ഇഞ്ചിഞ്ചായി കഷ്ണമാക്കിയതിനെ എങ്ങനെ കൊണ്ടുവരും അതിനാണ് നോക്കുന്നത്. ശരിക്കും നല്ല കഷ്ണമാക്കി ഷവർമയ്ക്കൊക്കെ മുറിക്കുന്നത് പോലെ മുറിച്ചു എന്നർത്ഥം. അങ്ങനെ പറഞ്ഞാൽ വേഗം തിരിയുമല്ലോ. അങ്ങനെ മുറിച്ച് റെഡിയാക്കി. ഖുർആൻ പറഞ്ഞ ചരിത്രം ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൊട്ടടുത്ത് കാണുന്നതാകുന്ന പർവ്വതങ്ങൾക്ക് 4 പർവ്വതത്തിന്റെ മുകളിൽ ഈ 4 പക്ഷികളെയും കലർത്തി, മാംസങ്ങൾ കലർത്തി, അതിന്റെ തൂവലുകളുണ്ട്, അതിന്റെ രോമങ്ങളുണ്ട്, ഒക്കെ കലർത്തിയിട്ട് ആ 4 പർവ്വതങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി ഇതിന്റെ അംശം കൊണ്ടുപോയി വെക്കാണ് എല്ലാത്തിന്റെയും. എന്നിട്ട് തല മാത്രം കയ്യിൽ പിടിച്ചു. ഓരോന്നിന്റെയും തല മാത്രം. എല്ലാത്തിന്റെയും തലയുണ്ട്. പ്രാവിന്റെ ഉണ്ട്, മയിലിന്റെ ഉണ്ട്, കോഴിയുടെ ഉണ്ട്, കാക്കയുടെ ഉണ്ട്. എന്നിട്ട് ഈ തല മാത്രം പിടിച്ചിട്ട് ബഹുമാനപ്പെട്ടവര്, ഖുർആനാണ്, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്. ഖാല ഫഖുദ് അർബഅതൻ മിനത്ത്-ത്വയ്ർ ഫസുറുഹുന്ന ഇലൈക ثم جعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4 പക്ഷികളെയും അറുത്തിട്ട് അതിൻ്റെതാകുന്ന കഷ്ണങ്ങൾ കൊണ്ടുപോയി 4 പർവ്വതങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അതിന്റെ തലകൾ 4 കൈകളിൽ പിടിച്ചുകൊണ്ട് ആ ജീവജാലങ്ങളെ നോക്കിക്കൊണ്ട് വിളിക്കുകയാണ്, തആലൈൻ തആലൈൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ആ പക്ഷികൾ അതിൻ്റെതാകുന്ന തൂവലിലേക്ക് വന്നുകൊണ്ട് ചേരുകയാണ്. അതിന്റെ മാംസങ്ങൾ വന്നുകൊണ്ട് ചേരുകയാണ്. ഏത് രീതിയിലാണോ, ഏത് കോലത്തിലാണോ, ഏത് ഭാവത്തിലാണോ അതുണ്ടായിരുന്നത്, ഓരോന്നും അതിൻ്റെതാകുന്ന രൂപം പഴയ രൂപത്തിലേക്ക് പ്രാപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫമ്മദ്ഉഹുന്ന യഅതീനക സഅയാ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചപ്പോ അവകളിതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് നടന്നു വരുകയാണ്. തലയില്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് ഓരോ ജീവജാലങ്ങളും നടന്നു വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4ന്റെയും തലകൾ കൈപിടിച്ചുകൊണ്ട് വീണ്ടും വിളിക്കുകയാണ്, തആലൈൻ തആലൈൻ, വരുക വരുക. ഓരോ പക്ഷികളും അതിൻ്റെതാകുന്ന തലകളിലേക്ക് വന്നുകൊണ്ട് ശരീരം വന്നുകൊണ്ട് ചേരുകയാണ്, ഉടൽ വന്നുകൊണ്ട് ചേരുകയാണ്. പൂർവാധികം ഭംഗിയായി, രൂപത്തിനായി, കോലത്തിനായി, ആത്മാവുതപ്പെട്ട നിലയിൽ അത് നിലകൊള്ളുകയാ. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബ് എത്ര വലിയതാകുന്ന അറിവുള്ള വ്യക്തിത്വമാണ്, എത്ര വലിയ തത്വജ്ഞാനമുള്ള വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അജയ്യനല്ലയോ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, എന്തിനാണ് ഈ ചരിത്രം തന്നെ തുടക്കത്തിൽ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലാഹു നമ്മളോട് പഠിപ്പിക്കുന്നത്, മരിച്ച മണ്ണോട് നീ എത്ര കഷ്ടമായി നുരമ്പിപ്പോയാലും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നാളെ മഹ്ശറയിലേക്ക് പുനർജീവിപ്പിക്കുന്ന നാളുകളിൽ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നീ ഏത് യുദ്ധത്തിൽ മരിക്കട്ടെ, ഏത് വെടികൊണ്ട് മരിക്കട്ടെ, ശത്രുവിൻ്റെതാകുന്ന കുത്തേറ്റ് മരിക്കട്ടെ, സ്വയം മരിക്കട്ടെ, ഏത് രീതിയിൽ മരണപ്പെട്ടാലും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ളവനാണ് അല്ലാഹ്. ഈ ദുനിയാവിൽ നിന്നെ കത്തിച്ച് ചാമ്പലാക്കിയാലും നിന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങൾ കണക്കെ കൃത്യമായി തിരിച്ചു കൊണ്ടുവരാൻ കെൽപ്പുള്ളവനാണ്, എബിലിറ്റി ഉള്ളവനാണ് അല്ലാഹ്. അതുകൊണ്ട് മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ് എന്നുള്ള ബോധോദയം ഉണ്ടാവണേ. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടിയാണ് ഈ ചരിത്രം പറഞ്ഞത്. ഇനി ആരും അങ്ങനെ അവിശ്വസിക്കാൻ പാടില്ല, മരിച്ചതിന് ശേഷമൊന്നുമില്ല, സ്വർഗമൊന്നുമില്ല, നരകമൊന്നുമില്ല, എല്ലാം ഉണ്ട്. തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ മുഖേന നമുക്ക് പഠിപ്പിച്ച ചരിത്രമാണ് ഈ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് ഈ മാസത്തിൽ പറയൽ വളരെ പുണ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കുക നിങ്ങൾ. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതം ഉറപ്പായ നമ്മൾ ഇനി എന്ത് ചെയ്യണം? മരിച്ചതിന് ശേഷമുള്ള അഥവാ മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതാണ് ഇനി ചെയ്യേണ്ടത്. അസ്തമയം വന്നപ്പോൾ, സൂര്യൻ അസ്തമിച്ചപ്പോൾ, സൂര്യന് പടിഞ്ഞാറിലേക്ക് വന്നുകൊണ്ട് അസ്തമയം തൂങ്ങിയപ്പോ, ഈ അസ്തമയത്തിൻ്റെതാകുന്ന സന്ദർഭത്തിലും ലോകത്തോട് രാത്രി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അല്ലയോ ജനങ്ങളെ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, യഗ്തനിമനീ, നീ എന്നെ ശരിക്ക് മുതലാക്കണേ, ഈ രാത്രിയെ ശരിക്ക് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. മുൻഗാമികളാകുന്ന ആളുകൾ ഇബാദത്തെടുത്തത് രാത്രിയിലാണ്. എത്ര ഔലിയാക്കൾ കഴിഞ്ഞുപോയി, എത്ര അമ്പിയാക്കൾ കഴിഞ്ഞുപോയി, എത്ര മഹാന്മാര് കഴിഞ്ഞുപോയി, എത്ര മഹിളകൾ കഴിഞ്ഞുപോയി. അവരെല്ലാവരും രാത്രിയിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് ഇബാദത്തെടുത്തവരാണ്. അതുകൊണ്ട് രാത്രികൾ വന്നുകൊണ്ട് മനുഷ്യന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ ആദമിന്റെ സന്തതികളെ, അല്ലയോ പെങ്ങളെ, സഹോദര സഹോദരി,
എന്നെയൊന്ന് ശരിക്കൊന്ന് അമൽ ചെയ്യാൻ നിങ്ങൾ മുതലാക്കണേ. ഈ രാത്രിയെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. ഖുർആൻ ഓതുന്ന വീടാക്കണേ, ദിക്ർ ചെല്ലുന്ന വീടാക്കണേ, സ്വലാത്ത് അധികരിപ്പിക്കുന്ന വീടാക്കണേ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ യാസീൻ ഓതുന്ന വീടാക്കണേ, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന വീടാക്കണേ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന വീടാക്കണേ. ഹറാമാകുന്ന തലത്തിലേക്ക് കണ്ണുകൊണ്ടു പോകരുതേ, ഒരു സീരിയൽ ദർശിക്കുന്ന തലത്തിലേക്ക് പോകരുതേ. ഫലഅല്ലഹു ലാ ലൈലത ലക ബഅദി. ഒരുപക്ഷെ ഈ രാത്രി കഴിഞ്ഞതിന് ശേഷം നിനക്ക് മറ്റൊരു രാത്രി കിട്ടാതെ വന്നു പോയേക്കാം. അടുത്ത രാത്രിക്ക് ശേഷം, അടുത്ത രാത്രിക്ക് മുമ്പായിട്ട് നീ മരണപ്പെട്ടേക്കാം. ഈ രാത്രി ഒരിക്കലും നിനക്ക് തിരിച്ചു വരാതായേക്കാം. ഇന്നത്തെ രാത്രിയും ഇന്നത്തേതാകുന്ന പകലുകളും ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയില്ല എന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാവണേ, നിനക്കുണ്ടാവണേ. അതുകൊണ്ട് നീ ഇബാദത്തെടുക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു വരണേ എന്ന് ഓരോ ദിവസവും നിന്നോട് പറയുന്നുണ്ടെന്ന്, ആ ദിവസങ്ങൾ വന്നുകൊണ്ട് പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, ദിവസങ്ങൾ വന്നുകൊണ്ട് ജനങ്ങളോട് പറയുകയാണ്, ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, ഇന്നിയോമുൻ ജദീദ്. ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും നിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാനൊരു പുതിയ ദിവസമാ, ഒരു പുതിയ ദിവസമാണ് നിനക്കിതാ അള്ളാഹു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസത്തെ നീ മുതലാക്കണം, നീ അമൽ ചെയ്യണം, നീ നിസ്കരിക്കണം, നീ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. ഈ ദിവസത്തിൽ ഏതെല്ലാം സുകൃതങ്ങൾ ചെയ്തുകൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട് പടച്ചറബിലേക്ക് അടുക്കാൻ സാധിക്കുമോ, ആ സുകൃതങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് നീ നിലകൊള്ളണേ. ഓരോ ദിവസവും നിന്റെ അടുക്കൽ പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ ദിവസങ്ങളും എന്ന് പറയുന്നുണ്ട്, നീ എന്നെ മുതലാക്കിക്കോ. ഓരോ പകലും പറയും, ഓരോ രാത്രിയും പറയും. ഇനി നിന്നിലേക്ക് മടക്കമില്ല, ഇനി മടങ്ങുന്നില്ല. അതുകൊണ്ട് ഈ പകല് ശരിക്കും നീ ഇബാദത്തെടുക്ക്, ഇല്ലെങ്കിൽ നീ വല്ലാതെ പ്രയാസപ്പെട്ടു പോകും. എല്ലാ രാത്രിയും എന്നുകൊണ്ട് പറയുന്നു, നീ ഈ രാത്രി ഇബാദത്തെടുക്ക്, ഇല്ലെങ്കിൽ പ്രയാസമാകും. ഇതൊക്കെ കേട്ടിട്ടും നമ്മളിങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കാൻ, എല്ലാ പ്രഭാതവും പ്രദോഷവും നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, മുതലാക്കണേ, അമൽ ചെയ്യണേ എന്ന് പറയുന്നു. നമ്മളെപ്പോഴും പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. സുബഹി നിസ്കരിക്കുന്നില്ല, മഗ്രിബില്ല, ഇശാ ഇല്ല, ഒരു വഖത്ത് പോലും ജമാഅത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്താ ഈ സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ? മുസ്ലിം സഹോദരങ്ങളുടെ അവസ്ഥ എന്താണ്? എവിടേക്ക് പോയി? കോവിഡിന്റെ കാലഘട്ടങ്ങളിൽ നമസ്കാരം ജുമുഅകൾ വീട്ടിൽ നമസ്കരിച്ചാൽ മതി എന്ന് നിങ്ങൾക്ക് ഫത്വ നൽകിയപ്പോ, ഇന്നത്തെ സാഹചര്യത്തിലും കോവിഡ് കഴിഞ്ഞതിന് ശേഷവും എത്രയോ മുസ്ലിം സഹോദരങ്ങൾ വീട്ടിൽ തന്നെ നമസ്കാരം അതേപോലെ നിലനിർത്തി പോരുന്നവരുണ്ട്. ജുമുഅ ശ്രദ്ധിക്കുന്നില്ല, പള്ളിയിലേക്ക് വരുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. നഊദുബില്ലാ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. സാധാ ഇപ്പൊ കൊരങ്ങുപനി ഉണ്ടല്ലോ എന്നാ പറയുന്നത്. കൊരങ്ങുപനി പറയുന്നില്ല, അവസാനം കൊരങ്ങാകാതിരുന്നാ മതി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തെങ്കിലും കാരണമുണ്ട്, എപ്പോഴും അത് തന്നെ. ക്വാറന്റൈനിലാണ് ഉസ്താദെ എന്നാ പറയുന്നത്. ക്വാറന്റൈൻ കഴിഞ്ഞിട്ടില്ല, വർഷം 2 കഴിഞ്ഞിട്ട് പിന്നെ ക്വാറന്റൈൻ തീർന്നിട്ടില്ല. പള്ളിയിലേക്ക് കാണുന്നില്ല, ജമാഅത്തിനില്ല, ജുമുഅക്കില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തറക സലാസ ജുമഅൻ, ആരെങ്കിലും 3 ജുമുഅ ഒഴിവാക്കിയാൽ ബിഗൈരി ഉദ്രിൻ, അകാരണമായിട്ടാണ് ജുമുഅ ഒഴിവാക്കിയത് എങ്കിൽ തബഅല്ലാഹു ഫീ ഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിലേക്ക് കുഫ്രിയത്തിന്റെ അവിശ്വാസത്തിന്റെ സീല് പതിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുപോലെ തന്നെ കച്ചവടക്കാര് ബിസിനസ് കൂടി കഴിയുമ്പോ പിന്നെ പള്ളിയില്ല, പള്ളിക്കാരുമില്ല, യാതൊരുവിധ ബന്ധവുമില്ല, ദീനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, പള്ളിയിൽ നിസ്കരിക്കുന്നില്ല. മനോഹരമാകുന്ന താഴികക്കുടങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ പള്ളിയിലെ നമസ്കാരം നിലനിർത്തിയിട്ടില്ലെങ്കിൽ നാട്ടുകാര് മുഴുവനും കുറ്റക്കാരാണ്. നല്ല പള്ളി, കൂശ്ശേരിക്കൊണ്ട പള്ളി, മനോഹരമായ പള്ളി, താഴികക്കുടം എല്ലാം ഉണ്ട്. പക്ഷെ ആളുകൾ നിസ്കരിക്കാനില്ലെങ്കിൽ ഹല്ലി വല്ലി തീർന്ന് എല്ലാം കഴിഞ്ഞ് ഹറാം. അല്ലാഹു മുളക്കാക്കട്ടെ.
നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിത്തത്തു അശ്യാ ഹുന്ന ഗരീബത്തുൻ ഫീ സിത്തത്തി മവാദിഅ. സഹാബ സിത്തത്തു അശ്യാ, 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സഹാബ. ഹുന്ന ഗരീബത്തുൻ ഫീ സിത്തത്തി മവാദിഅ. 6 കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. 6 കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. അത് ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി 6 കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ആദരവായ പ്രവാചകൻ ആദ്യമായി പറയുകയാണ്, അൽ മസ്ജിദു പള്ളി അത് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീ. ഇപ്പം എല്ലാവർക്കും ഈ വീഡിയോ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ ഒന്നും പറയുന്നില്ല എന്നോട്. ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കിത് അങ്ങനോടെ വീഡിയോ എടുത്ത് ഇടാൻ പറ്റില്ല. അങ്ങനെ പറ്റിയാൽ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്കായി 2 വാക്ക് പറഞ്ഞതിന് ശേഷം ഇടുന്നത്. പിന്നെ നിങ്ങൾ എന്തൊട്ടായാലും എനിക്കിപ്പോൾ പറഞ്ഞു തരാനുള്ള ഞാനും വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഞാൻ പറഞ്ഞു തരാനുള്ള എനിക്ക് അത്രയും പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിനി ഇടാം അങ്ങനത്തെ വീഡിയോകൾ. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.